ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 2-3 ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഇതാ ഈ ഒരു ഷൂ ആണ് കേട്ടോ. ഇത് ഞാൻ മോനിക്ക് മേടിച്ചതാണ്. ഇത് ഞാൻ കുറേ ആയി ഓൺലൈനിൽ ഇങ്ങനെ തിരഞ്ഞ് നടക്കുന്നു. ഈ മോളുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഇട്ട് നടക്കുന്നത് കണ്ടിട്ട് നോക്കിയിരുന്നതാണ്. അന്നൊക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ ഓൺലൈനിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ലൈറ്റും കത്തും. അതേപോലെ ഇതിൻ്റെ താഴെ ഇങ്ങനെ റോളറാണ് വരുന്നത്. സ്കേറ്റിംഗ് ഷൂ ആണ്. ഒരു വീലേ ഉള്ളൂ. 2 വീലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഞാൻ മോനിക്ക് ബാലൻസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു വീലുള്ളതാണ് മേടിച്ചത്. ഇതുപോലെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഉള്ളിലേക്കും പോകും. നോർമൽ ഷൂ ആയിട്ടും യൂസ് ചെയ്യാം, മറ്റേ സ്കേറ്റിങ്ങിനും യൂസ് ചെയ്യാം. പക്ഷേ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നോർമൽ ഷൂവിനേക്കാട്ടിലും ഇതിങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് കുട്ടികൾക്ക് കാല് വല്ലാണ്ട് വേദനിക്കാതിരിക്കുക. ഇതിൻ്റെ 2 വീല് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ടോപ്പപ്പിലാണ്, ദമാമ് ടോപ്പപ്പിലാണ് മേടിച്ചത്. അഫോർഡബിൾ പ്രൈസാണ്. നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോയി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ ഇത് ഞാൻ ഈ മീഷോയിലൊക്കെ നാട്ടിൽ നല്ലോണം റണ്ണിങ്ങിൽ കണ്ടൊരു സാധനമാണ്. ഇതും അവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. കല്ല് വെച്ചത്, മുത്ത് വെച്ചത്, അതേപോലെ ലൈസ് വെക്കുന്നതൊക്കെ ടൈപ്പുള്ളത്. അങ്ങനെ നല്ല ഭംഗിയുള്ളതാട്ടോ. അതൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിനും നല്ല പ്രൈസ് കുറവാണ്. 20 to 30 റിയാലിൻ്റെ ഉള്ളിലാണ് അതൊക്കെ വരുന്നത്. പിന്നെ അത് ഞാൻ വിൻ്ററിന് യൂസ് ചെയ്യുന്ന ഈ ഒരു ചെരുപ്പ് ഏകദേശം എല്ലാ കടകളിലും ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ടൈപ്പ് ചെരുപ്പിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന് ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ റീഫിൽ ചെയ്ത് വെക്കണം. ഇതിപ്പോൾ റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇനി അടുത്ത തവണ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഏതൊക്കെ പൊടികൾ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാട്ടാ. നമ്മൾ ഈ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പൊടികളില്ലേ, അതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരിക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അതേപോലെ തന്നെ സാമ്പാർ മസാല. ഈ 5 ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കേട്ടോ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണ ഉണ്ടാവും. പക്ഷേ വെളിച്ചെണ്ണയും ബാക്കിയുള്ള പൊടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് മേടിക്കും. ഇതുവരെയ്ക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ഇവിടുന്ന് മേടിച്ചിട്ടില്ല. അതേപോലെ തന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് അങ്ങനെ മില്ലിൽ നിന്ന് തന്നെയാണ് മേടിക്കുക. അങ്ങനെ പൊടിച്ച് മേടിക്കുന്നതല്ല, മില്ലിൽ നിന്ന് പോയിട്ട് പറഞ്ഞ് മേടിക്കുന്നത് തന്നെ കേട്ടോ. പക്ഷേ നമുക്ക് വിശ്വാസമുള്ള മില്ലാവുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ പോകുന്നത് വരയ്ക്കുള്ള സാധനം എൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ടിരിപ്പിക്കും. അങ്ങനെ കേട്ടോ ചെയ്യുക. പിന്നെ അതാ ഈ ഒരു കോണുണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ കാണാമറയത്തിരുന്നിരുന്ന ഒരു കോണാണ്. അതിപ്പോൾ മൊത്തത്തിൽ കേട് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ കളയാനുണ്ട്. പിന്നെ ഞാൻ സമൂസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഷീറ്റ് പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഈ സ്ലാബും അതേപോലെ ടേബിളൊന്നും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. ഇതൊക്കെ ഒതുക്കി വെക്കണം. അതായത് ഇങ്ങനെ ഭയങ്കര കാണുമ്പോൾ തന്നെ കുറച്ച് സ്പേഷ്യസ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വെക്കണം. അതെന്താ പറയുക, ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു മൈൻഡ് ഡിസ്റ്റർബ് ആവുന്ന പോലെ കേട്ടോ തോന്നുക. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് തന്നെ ഞാൻ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇതും എൻ്റെ വേറൊരു സ്പൈസ് ജാറാണ്. അതിൽക്കും കുറച്ച് സാധനങ്ങൾ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. ഈ മുളക് പൊടിയൊക്കെ നമുക്ക് അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ഡപ്പകളിൽ മുളക് പൊടിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അല്ലാന്ന് വെച്ചെങ്കിൽ വലിയ ഡപ്പ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പിന്നെ അത് ഇതേപോലെ പ്ലാസ്റ്റിക് കവറിലും അല്ലേ, അപ്പോൾ മുഖത്തേക്ക് തെറിക്കാനൊക്കെ സാധ്യത കൂടുതൽ. അപ്പം ഞാൻ ഇതേപോലെ 2 ഇതിലാക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് മേടിച്ചതാട്ടോ. ഇതിൻ്റെ ഈ സ്പൈസസ് വെക്കുന്നതിന്, ഇതേപോലത്തെ പൊടികൾ വെക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മളെ ജീരകം, അതുപോലെ ഉലുവ, കടുക്, ഈ ടൈപ്പ് സാധനങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഈ മസാല ടൈപ്പുകൾ ഉള്ളിലേക്ക് ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ചെറിയ സ്പൂണൊക്കെ വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ ഇടാൻ നോക്കണം. അതിനേക്കാട്ടിലൊക്കെ നല്ലത് അങ്ങനത്തെ ടൈപ്പാണെന്ന് വെച്ചെങ്കിൽ ഫില്ലിങ് പെട്ടെന്ന് കഴിയും. ഇതാവുമ്പോൾ ഇങ്ങനെ പുറത്ത് പോവുകയും ചെയ്യും, കുറേ ടൈം എടുക്കുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ ഇടയിൽ കാക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കുള്ള പപ്പടം പൊരിക്കുകയാണ്. ഞാൻ രാത്രിക്ക് ബിരിയാണി വെച്ചിരുന്നു. തലേ ദിവസം രാത്രി ബിരിയാണി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതന്നെ ആയിരുന്നു കേട്ടോ. രാവിലെയും ഉച്ചക്കൊക്കെ ഈ ബിരിയാണി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണുള്ളൊരു സമാധാനം. പിന്നെ പിറ്റേ ദിവസത്തേക്ക് 2 നേരത്തേക്കും എന്താണെന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബിരിയാണി തന്നെ കഴിക്കാം. അപ്പോൾ ബിരിയാണിൻ്റെ കൂടെ നല്ല പപ്പടും അതേപോലെ തന്നെ ഒരു കട്ടൻ ചായ ഉണ്ടിച്ചെങ്കിൽ സൂപ്പറായിരിക്കും. ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. ആളട്ടഞ്ഞ് കഴിക്കാണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കുള്ളത് ഉണ്ടാക്കി കൊടുക്കുകയാണേ. അപ്പോഴാണ് കട്ടൻ ചായ വെക്കാൻ പറഞ്ഞത്. ഈ കട്ടൻ ചായയിൽ ഒരു പുതിനൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായയും ബിരിയാണിയും കഴിക്കാൻ നല്ല രസമാട്ടോ. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് കൂടുതലും വെച്ചിരുന്നു, ഞാനും കഴിച്ചു. എനിക്ക് പപ്പടും കട്ടൻ ചായയും കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കുണ്ടല്ലോ ഏറ്റവും വലിയൊരു ബാഡ് ഹാബിറ്റാണ് ഈ ചായ കുടിക്കുക എന്നുള്ളത്. ഞാൻ എത്ര കിട്ടിയാലും കുടിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വായ്പുണ്ട് നല്ലോണം വരാറുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഇപ്പോൾ 2026 എന്തെങ്കിലുമൊക്കെ മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യം, അല്ല മാറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനൊരു 3-4 ചായ ഒരു ദിവസം കുടിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും അതേപോലെ ഷുഗറിൻ്റെ ആ ക്വാണ്ടിറ്റിയും ഒന്ന് കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ മാറ്റണം എന്ന് വിചാരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ സോഫ്റ്റ് ഡ്രിങ്കുകൾ.
അത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുടിക്കും. അതൊന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു 3 മണി സമയമാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു നാട്ടിലത്തേക്ക് ഒരു അവസ്ഥയാണ് കേട്ടോ. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇത് ആ ഒരു തണുപ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് പെയ്യുന്നൊരു മഴയാണ്. പക്ഷേ ഇവിടെ മഴ പെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം പോവില്ല. വെള്ളം ഇങ്ങനെ റോട്ടിൽ അങ്ങനെ തങ്ങി നിൽക്കും. പിന്നെ വണ്ടിയൊക്കെ വന്നിട്ട് അങ്ങനെ അടിച്ചിട്ട് കടലിൽ കൊണ്ടുപോയി കളയാത്രേ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്യുന്ന സമയത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. ഈ ചിക്കൻ മസാല അതേപോലെ സാമ്പാർ മസാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് അതില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ദിവസം തന്നെ പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ കൺഫേം ആക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വെതറാണെങ്കിൽ സൂപ്പറല്ലേ. അപ്പോൾ ഒരു സമൂസ ഇങ്ങനെ കഴിക്കാൻ തോന്നുകയാണ്. ചൂട് സമൂസയും ചായ ഇങ്ങനെ കഴിക്കാൻ തോന്നുക. നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നുമല്ലോ. അതേപോലെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിടുക കേട്ടോ ചെയ്യുക. ഇതിങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ മുളകും അതേപോലെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം കേട്ടോ. അരിഞ്ഞിടണം, നല്ല ടേസ്റ്റ് ആയിക്കാരം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇടാത്തേ. ഇതുണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് എന്താ പറയുക, നോമ്പുകാലം അങ്ങനെ ആലോചിച്ച് പോകും. കാരണം എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് സമൂസ. ഏതൊക്കെ വെറൈറ്റി സ്നാക്സ് വന്നിട്ടുണ്ടെങ്കിലും സമൂസയുടെ തട്ട് താന്നു തന്നെ ഇരിക്കും എന്ന് പറയില്ലേ, പ്രത്യേകിച്ച് നോമ്പുകാലമാണെന്നുണ്ടെങ്കിൽ. ഉണ്ടാക്കാൻ ഒരുപാട് പണിയൊന്നുമില്ല, സിമ്പിളാണ്. പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അല്ല നിങ്ങൾക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒരു മാഗി ക്യൂബ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ നമ്മൾ ഉള്ളിലിടുന്ന ഉപ്പൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അത് അപ്പുറത്ത് ഞാൻ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മാത്രമേ ഞാൻ ചിക്കനിലിട്ടിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പ് എന്തായാലും ചിക്കനിലിടണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ചിക്കനിലാണ്ട് ഉപ്പ് പിടിക്കാത്ത പോലെ തോന്നും. അങ്ങനെ അതൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ വേവിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സാക്കി. പിന്നെ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഫോൺ ഓഫായി പോയിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനത് അങ്ങനെ എടുത്ത്. പിന്നെ ഞാൻ വേറെ 2-3 ഫോണൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ എടുത്തത്. പക്ഷേ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറയുന്നതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പുറം പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫില്ല് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ മൈദ വെച്ചിട്ട് ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കും ചെയ്താൽ മതി. ഞാനിത് അധികം സീൽ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ മടക്കി കൊടുക്കുക ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അതങ്ങനെ നിൽക്കും. ഇപ്പം എന്തോ എനിക്കതിങ്ങനെ റെഡിയായി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മൈദ കലക്കിയിട്ട് അങ്ങനെ ഫില്ലാക്കിയിട്ട് സീൽ ചെയ്യുന്നതാട്ടോ. അതേപോലെ കുറച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി. ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരാളും കൂടി കൂടെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ സംസാരിച്ചിട്ട് അതങ്ങനെ സമയം പോകട്ടോ. ഇതിനാണ് കുറച്ച് സമയം നമുക്ക് സത്യത്തിൽ എടുക്കുക ഈ ഒരു സമൂസ ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ സമൂസയും ഞാൻ അതേപോലെ മടക്കിയിട്ടാണ് പിന്നെ പൊരിച്ചെടുക്കുകയാണ്. 3-4 വെച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. ഞാൻ ആദ്യം ഇങ്ങനെ എണ്ണയിൽ നല്ലോണം എണ്ണ തിളപ്പിച്ചിട്ട് അങ്ങനെയാണ് പൊരിച്ചെടുത്തിരുന്നത് സമൂസ. പിന്നെ അത് കണ്ടിട്ട് ഒരു സമയത്ത് നോമ്പിന് ഞങ്ങളിവിടെ ഒരാളെ ഇങ്ങനെ നമ്മൾ കാക്കാൻ്റെ ഫ്രണ്ട്സിനെ അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ അതിലത്തെ ഒരാൾ പറഞ്ഞതാണ്, ഇത് ഒരുപാട് വേവിക്കാൻ പാടില്ല, അതായത് ഒരുപാട് ചൂടുള്ള എണ്ണയിൽ സമൂസ ഷീറ്റ് ഇടാൻ പാടില്ല അത്രേ. ചെറിയൊരു ചൂടിൽ അങ്ങനെ 2 തവണ അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതാവും കേട്ടോ പറഞ്ഞേ. അതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അധികം കരിയാതെ നല്ല സമൂസ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ചായയും വെച്ചിട്ട് ആ ഈവനിങ് ഞാനത് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടാ. ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സമയത്തൊക്കെ. അങ്ങനെ അന്നത്തെ ഒരു ദിവസവും അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ സൂപ്പറായിട്ട് പോയി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസായിട്ടും വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.